നമസ്കാരം. ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ ആഹ്ലാദിക്കുകയാണ്. ഡൽഹിയിലെ പാർലമെന്റിന്റെ പുറത്തും സമീപങ്ങളിലുമെല്ലാം തന്നെ അവർ വലിയ ആഘോഷങ്ങളാണ് നടത്തുന്നത്. മുത്തലാഖ് നിർത്തലാക്കിയപ്പോൾ അവരെങ്ങനെ ആഹ്ലാദിച്ചോ അതുപോലെ തന്നെ ഇന്ന് വഖഫ് ഭേദഗതി നിയമത്തിലും അവർ മോദിജിക്ക് നേരെ പൂച്ചെണ്ടുകൾ എറിയുന്നു. കാരണം ഇത് മതേതരത്വ ഇന്ത്യയുടെ വിജയമാണ്, ഒപ്പം സാധാരണക്കാരുടെ വിജയവും. ഇന്ത്യയിലെ സാധാരണക്കാരുടെയും വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടിയും കരിനിഴലായി നിന്ന മുൻ UPA ഗവൺമെന്റിന്റെ പിടിപ്പുകേടായി വഖഫ് നിയമത്തിലെ പാളിച്ചകളെയൊക്കെയും പൊളിച്ചെഴുതിക്കൊണ്ട് വീണ്ടും നല്ല മാറ്റങ്ങളോടെ കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ജനങ്ങളുടെ കാഴ്ചപ്പാടിലും മാറ്റങ്ങളുടെ വേലിയേറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ എതിർപ്പും വിവിധ സഭാ നേതാക്കളുടെ മുന്നറിയിപ്പും തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് വഖഫ് ബില്ലിനെ പാർലമെന്റിൽ തുറന്നു തീർത്തത്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ഇനി ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം തിരുത്തി കുറിക്കപ്പെടുമെന്ന്. ഇവിടെ നമ്മുടെ കേരളത്തിൽ വഖഫ് ബില്ലിന് മോദിജിയുടെ മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞ് വെറുപ്പ് പരത്തുമ്പോൾ അങ്ങ് പാർലമെന്റിന്റെ പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെ അദ്ദേഹത്തെ ജയ് വിളിച്ചുകൊണ്ട് ഇസ്ലാം മത വിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടം നിരന്നു നിൽക്കുകയാണ്. ഓർക്കണം, വഖഫ് ഭേദഗതിക്കാണ് അവരുടെ ഈ ജയ് വിളികൾ എന്ന്. അവർക്കറിയാം നെല്ലും പതിരും എന്താണ് എന്ന്. നമ്മുടെ ഇവിടെയുള്ളവരെ പോലെ കണ്ണു മൂടിക്കെട്ടി ഇരിക്കുകയല്ല അവർ. ഉത്തരേന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കത്തിൽ നിൽക്കുന്ന പല പ്രദേശങ്ങളും ഇസ്ലാമിക വിശ്വാസികളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനതയുടെ ആവശ്യമാണ് ഈ ഭേദഗതി എന്ന് മനസ്സിലാക്കിയാണ് BJP സർക്കാർ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് സാരം. അതായത് വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയായ കിരൺ റിജിജു പാർലമെന്റിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അല്ലാതെ അവരുടെ വിശ്വാസത്തിൽ കൈകടത്തുന്ന യാതൊരു തരത്തിലുള്ള നീക്കവും ഇതിലില്ല. ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല വഖഫ് ബില്ല്, വസ്തുവകകൾ പരിപാലിക്കുകയാണ് വഖഫ് ബോർഡിന്റെ ചുമതല. പള്ളികളുടെ നിയന്ത്രണത്തിൽ ഇടപെടുന്ന ഒന്നും തന്നെ ബില്ലിലില്ല. നടപടികൾ സുതാര്യമാക്കുകയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി റിജിജു പറഞ്ഞിട്ടുമുണ്ട്. പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ചാണ് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത്. സമിതി നിർദ്ദേശ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ചോദ്യം ചെയ്യാനാകുകയുമില്ല. ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ല, പ്രതിപക്ഷം നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേന്ദ്രം മറ്റധികാരങ്ങളിലൊന്നും കൈകടത്തില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവർത്തിച്ചു പറഞ്ഞു. കൂടാതെ NDA ഘടകകക്ഷികളായ TDPയും JDUവും ബില്ലിനെ അനുകൂലിച്ചു. മുസ്ലിം ന്യൂനപക്ഷ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധത മൂലമാണ് തങ്ങൾ ബില്ലിനെ അനുകൂലിക്കുന്നതെന്ന് TDP MP ആയ കൃഷ്ണപ്രസാദ് തനേറ്റി സഭയിൽ പറഞ്ഞു. അതേസമയം ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട വഖഫ് ഭേദഗതി ബില്ലിനെ ഒന്നിച്ചു തീർക്കാൻ പ്രതിപക്ഷ ഇന്ത്യ സഖ്യ പാർട്ടികൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഇതനുസരിച്ചാണ് കോൺഗ്രസും ബില്ലിനെ എതിർത്തത്. കേന്ദ്ര നിയമമന്ത്രിയായ കിരൺ റിജിജു അവതരിപ്പിച്ച ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ ആദ്യം നിയോഗിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ അസമിൽ നിന്നുള്ള MP ആയ ഗൗരവ് ഗൊഗോയി ആയിരുന്നു. പിന്നീട് സംസാരിച്ച KC വേണുഗോപാലും ബില്ലിനെ എതിർത്ത് തന്നെയാണ് സംസാരിച്ചത്. കേരളത്തിലെ മുനമ്പം വിഷയമടക്കം ഉന്നയിച്ചുകൊണ്ടായിരുന്നു KC വേണുഗോപാലിന്റെ പ്രസംഗം. എന്നാൽ UPA ഗവൺമെന്റ് ഭരിച്ച കാലത്താണ് വഖഫിന് ഇത്രയേറെ ആധിപത്യം ലഭിച്ചത് എന്ന് നമുക്ക് ഓർക്കാം. പിന്നീട് മുനമ്പത്തെ ജനങ്ങൾക്ക് ഇത് ഭീഷണി ഉയർത്തിയപ്പോൾ അവർ ആദ്യം അവരെ പിന്തുണച്ചു. എന്നാൽ നിലനിൽപ്പിന് തന്നെ ആ നിലപാട് ഭീഷണിയാവുമോ എന്ന ആശങ്കയിൽ അവർ കളം മാറ്റി ചവിട്ടി. അഥവാ ലീഗ് അടക്കമുള്ള സംസ്ഥയ്ക്ക് കീഴിലെ കൂട്ടായ്മകളെല്ലാം ഭേദഗതിയെ എതിർത്തപ്പോൾ കോൺഗ്രസിന് അവരോടൊപ്പം നിൽക്കേണ്ടി വന്നു. എന്നാൽ ന്യൂനപക്ഷ വോട്ടിന്റെ ബലത്തിൽ മാത്രം മുമ്പോട്ട് പോകുന്ന അവർക്ക് ക്രൈസ്തവ വോട്ടുകൾ അതോടെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അതായത് ക്രൈസ്തവ വിശ്വാസികളെല്ലാം തന്നെ ഭേദഗതിയെ അനുകൂലിക്കുന്നവരാണ്. അതോടെ അവതാളത്തിലായത് കേരളത്തിലെ ക്രിസ്ത്യൻ MP മാരാണ്. എന്തായാലും ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ KCBC പ്രതികരണം അറിയിച്ചിട്ടുമുണ്ട്. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക വഖഫ് ഭേദഗതി ബില്ലിന്റെ മതേതരത്വത്തിനെ നിർണായക പരീക്ഷണമായിട്ടാണ് വിശേഷിപ്പിച്ചത്. ഇതിനെ എതിർക്കുന്നത് ചരിത്രത്തിൽ മതമൗലികവാദത്തെ അംഗീകരിക്കുന്നതായി രേഖപ്പെടുത്തുമെന്ന് സംസ്ഥാനത്തെ MP മാർക്ക് മുഖപ്രസംഗത്തിൽ മുന്നറിയിപ്പും നൽകി. ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ദീപികയുടെ എഡിറ്റോറിയലിൽ രാഷ്ട്രീയ പാർട്ടികൾ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. ഭേദഗതി ചെയ്ത ബില്ല് വഖഫ് നിയമങ്ങൾ നിർത്തലാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും മറിച്ച് ഭൂമി കയ്യേറ്റങ്ങൾ അനുവദിക്കുന്നതും ഭരണഘടനാ പരിഹാരങ്ങൾ നിഷേധിക്കുന്നതുമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ ലക്ഷ്യമിടുന്നു എന്നുമാണ് KCBC പറഞ്ഞു വെക്കുന്നത്. ഇത് മുസ്ലിം സമുദായത്തിലെ ഒരംഗത്തിനും നീതി നിഷേധിക്കുന്നില്ല. നിലവിലുള്ള വഖഫ് നിയമം ബാധിച്ച ആയിരക്കണക്കിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പൗരന്മാരെ ഈ ഭേദഗതി സഹായിക്കുമെന്ന് എഡിറ്റോറിയൽ ഉറപ്പിച്ചു പറഞ്ഞു. അതോടൊപ്പം കോൺഗ്രസും CPIM-ഉം ഇപ്പോഴും ഈ ന്യായവാദം മനസ്സിലാക്കുന്നില്ലെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റോറിയൽ കേരളത്തിലെ കോൺഗ്രസിനും CPIM-നും മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്.
കോൺഗ്രസും CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ബില്ലിനെ ശാന്തമായി എതിർക്കുകയും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും മുസ്ലിം താൽപര്യങ്ങൾക്ക് ഹാനികരമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ അഥവാ KCBC അടുത്തിടെ നടത്തിയ ഒരു അഭ്യർത്ഥനയും എഡിറ്റോറിയലിൽ പരാമർശിച്ചിട്ടുണ്ട്. വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനെ പിന്തുണയ്ക്കണമെന്ന് പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്കോസ് കേരള MP-മാരോട് അഭ്യർത്ഥിച്ചിരുന്നു. വഖഫ് ഭൂമി അവകാശവാദങ്ങൾ കാരണം കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ട മുനമ്പത്തെ കേസും അദ്ദേഹം ഉദ്ധരിക്കുന്നു. മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ആദ്യം സംഭാവനയെ സ്വീകരിച്ചതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ അത്തരം തർക്കങ്ങൾക്ക് സാധ്യതയുള്ള വ്യവസ്ഥകൾ നീക്കം ചെയ്യുന്നതിനായി വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിൽ ജനപ്രതിനിധികൾ സഹകരിക്കണമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പാർലമെന്റിൽ സംഭവിച്ചത് പ്രതികൂലമായിട്ടായിരുന്നു. അതെ, UDF MP-മാർ മാറ്റിക്കുത്തി. അതോടെ ഇനി നിർണായകമായ പല മാറ്റങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നേക്കാം. എന്നാലും ഇതിലൂടെ BJP ഗവൺമെന്റിന്റെ മറ്റൊരു വിജയം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം നമ്മുടെ ജനാധിപത്യത്തിന്റെയും സാധാരണക്കാരന്റെ സ്വത്തുവകകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഭേദഗതിയുടെ കടന്നുവരവ്. പലരും നടക്കില്ലെന്ന് പറഞ്ഞ് തോൽവി സമ്മതിച്ച് മടങ്ങിയ ഒരുപാട് നിർണായക തീരുമാനങ്ങളാണ് ഇതുവരെ മോദി സർക്കാർ പ്രാവർത്തികമാക്കിയത്. ആർട്ടിക്കിൾ 370 മുതൽ മുത്തലാഖടക്കം ഇന്നിതാ വഖഫ് ഭേദഗതി വരേക്കും എത്തി നിൽക്കുന്നു. അടുത്ത ദിവസം ഇത് രാജ്യസഭയിൽ കൂടി എത്തിക്കുന്നതോടെ മുനമ്പമടക്കം ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള നീതിയും ഉറപ്പുവരുത്തും. വരുന്ന തലമുറയ്ക്കുള്ള മതേതരത്വം എന്ന ഉറപ്പുകൂടിയാണ് ഈ നീക്കത്തിലൂടെ സാധ്യമാകുന്നത്. എന്നാൽ ഇപ്പോഴും പ്രതിപക്ഷമടക്കമുള്ളവരും ചില മത തീവ്രവാദികളും വാശിയോടെ ഇതിന് പിന്നിൽ പല ചർച്ചകളും നടത്തുന്നുണ്ടെന്ന സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് CAA-യും കർഷക സമരവും ഒക്കെ പോലെ സംഘടിച്ചുകൊണ്ട് ഇതിനെ എതിർക്കാൻ പദ്ധതി ഉണ്ടെന്നാണ് വിവരം. എന്നാൽ അവർ അതിനു മുമ്പ് ഒന്നോർക്കുക, ഇത് ജനാധിപത്യ സ്നേഹികളായ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോ ഇന്ത്യക്കാരന്റെയും പ്രതീക്ഷയാണ്. അതിന്റെ മേൽ മണ്ണ് വാരി ഇട്ടുകൊണ്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നത്. എല്ലാവരെയും എല്ലാ കാലത്തും മണ്ടന്മാരാക്കാം എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. എല്ലാവരും എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. അതോടൊപ്പം പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.